ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് റവയും ക്യാരറ്റും കൊണ്ട് ആവിയിൽ തയ്യാറാക്കിയെടുത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി നോക്കാം. അതിനായി ആദ്യം നമുക്ക് റവ ഒന്ന് വാട്ടിയെടുക്കണം. ഒരു പാനിലേക്ക് 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ വെള്ളം ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചിട്ട് എടുക്കാം. വെള്ളം ഇവിടെ നന്നായിട്ട് ഇനി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് വീതം ഇതുപോലെ ചേർത്ത് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ആ വെള്ളമെല്ലാം ഒന്ന് വറ്റി ആ റവ ഒന്ന് കുക്കായി വരണം. അതുവരെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അടുത്തതായി അതിലേക്കുള്ള ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കാം. അതിനായി ഒരു പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഒരു ചെറിയ നേന്ത്രപ്പഴം ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇനി ഒന്ന് വഴറ്റിയിട്ടെടുക്കാം. ഇത്രയും മതിയാകും. ഇതിവിടെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി അതേ പാനിലേക്ക് തന്നെ ഒരു വലിയ ക്യാരറ്റ് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്തിട്ട് അതിൻ്റെ പച്ച ടേസ്റ്റ് മാറുന്നതുവരെ ഒന്ന് വഴറ്റിയിട്ട് എടുക്കാം. ക്യാരറ്റും ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറിന് വേണ്ടി 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. നന്നായിട്ട് ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് 1/3 കപ്പ് ശർക്കരയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പൊടിച്ച ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. കല്ലൊക്കെ ഉള്ളതാണെങ്കിൽ ഒന്ന് വെള്ളം ഒഴിച്ച് ഒന്ന് അരിച്ചതിന് ശേഷം വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അത് ചേർത്ത് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് അതിലേക്ക് വഴറ്റി വെച്ചിട്ടുള്ള പഴവും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അടുത്തതായി നേരത്തെ തണുക്കാൻ വെച്ചിട്ടുള്ള റവ ചെറുതായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് ഇനി ഒന്ന് കുഴച്ചിട്ടെടുക്കാം. ഇതിവിടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയിട്ടെടുക്കണം. അതിനായി ഒരു ചപ്പാത്തി പലകയിലേക്ക് ഇതുപോലെ കുറച്ച് മാവെടുത്തതിന് ശേഷം നമുക്കൊന്ന് പരത്തിയിട്ടെടുക്കാം. ജസ്റ്റ് കൈ കൊണ്ടൊന്ന് പരത്തിയതിന് ശേഷം പരത്തിയിട്ടെടുക്കാം. ഇനി ഒരു ഷേപ്പ് കിട്ടാനായിട്ട് ഞാൻ ഇതുപോലെ റൗണ്ടായിട്ടുള്ള ഒരു അടപ്പ് എടുത്തിട്ടുണ്ട്. അത് വെച്ച് നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇതിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് തിന്നായിട്ടല്ല, കുറച്ചൊരു തിക്കായിട്ടാണ് പരത്തിയെടുത്തിട്ടുള്ളത്. നമുക്കിനി ഇതിലേക്ക് ഫില്ലിങ്സ് വെച്ച് ഒന്ന് റെഡിയാക്കിയിട്ടെടുക്കാം. നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സിൽ നിന്നും 2 സ്പൂൺ അതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് അടയുടെ ഷേപ്പിലാണ് റെഡിയാക്കി എടുക്കുന്നത്. നമുക്കിതൊന്ന് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചിട്ടെടുക്കാം. സൈഡെല്ലാം നന്നായിട്ട് ഇനി ഒന്ന് പ്രസ് ചെയ്ത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. എല്ലാം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ആവിയിലൊന്ന് വേവിച്ചിട്ടെടുക്കാം. അതിനായി സ്റ്റീമറിലേക്ക് വെള്ളം തിളച്ച് വന്നതിന് ശേഷം എല്ലാം അതിലേക്ക് വെച്ച് നമുക്കിതൊന്ന് ഒരു 10 മിനിറ്റ് ഇതൊന്ന് വേവിച്ചിട്ടെടുക്കാം. ഇതിപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നന്നായിട്ട് ഇനി ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി തണുത്തതിന് ശേഷം പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള